ചങ്ങായിമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന രീതിയിൽ കിഡിലനായിട്ട് എക്സ്റ്റീരിയർ റെൻഡർ ചെയ്യുന്നതെന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ വീഡിയോയിൽ ഞാനത് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ജെമിനൈൻ്റെ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാൻ സാധിക്കും. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കിഡിലൻ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നേരെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. നിങ്ങൾ ചെയ്യേണ്ടതാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഇതിൽ ജെമിനൈ എന്ന് സെർച്ച് ചെയ്യാം. സോ ഗൂഗിളിൻ്റെ AI ടൂളാണ് ജെമിനൈ. ഗൂഗിൾ ജെമിനൈ എന്ന് പറയുന്ന വെബ്സൈറ്റ് വരും, ഓപ്പൺ ചെയ്യാം. ഇതാണ് ജെമിനൈൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ നിങ്ങൾ ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഏത് ഇമേജ് കണ്ടിട്ടാണോ ഇൻട്രസ്റ്റ് ആയത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഈ ഒരു ഇമേജ് ആണ് കണ്ടിട്ട് ഇതുപോലെയാണ് എനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ചെന്നിരിക്കാം. ആ ഇമേജ് ആദ്യം ജെമിനൈയിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ജെമിനൈയിലേക്ക് അപ്ലോഡ് ആവും. അതിനുശേഷം ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണം. ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. എക്സ്ട്രാക്ട് സ്ട്രക്ചേർഡ് JSON prompt ഫോർ ദിസ് ഇമേജ്. ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. ഇവിടെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ JSON പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു കോഡ് പോലത്തെ ലാംഗ്വേജ് ആണ് JSON പ്രോംപ്റ്റ്. നമ്മൾ നോർമൽ പ്രോംപ്റ്റിന് പകരം കുറച്ചുകൂടി എളുപ്പത്തിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുക ഇത്തരത്തിലുള്ള JSON പ്രോംപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ JSON പ്രോംപ്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ ഒരു വീടാണ് സബ്ജക്റ്റ്. എ കണ്ടംപററി 2-story റെസിഡൻഷ്യൽ ഹൗസ് വിത്ത് ട്രോപ്പിക്കൽ മോഡേൺ ആർക്കിടെക്ചർ. ഇതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ സ്ട്രക്ചർ എന്താണ്? അസിമെട്രിക്കൽ ഡിസൈൻ വിത്ത് മൾട്ടിപ്പിൾ ഗേബിൾ റൂഫിംഗ്സ് ആൻഡ് വൈറ്റ് എക്സ്റ്റീരിയർ വാൾ. അപ്പോൾ ഈ ഒരു ഇമേജിൽ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പ്രോംപ്റ്റ് ഇതേപോലെ കോപ്പി ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 3D ചെയ്തിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ സ്കെച്ചപ്പിലോ 3ds Maxലോ ഇതേപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടാവണം. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള വീടിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ 3D ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുള്ളൂ. 3D നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി, ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഇതുപോലെ ഒരു 3D നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 3D ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ സെറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ സ്നിപ്പിംഗ് ടൂൾ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ബാറിൽ വന്നിട്ട് സ്നിപ്പിംഗ് ടൂൾ എന്ന് സെർച്ച് ചെയ്യുക. സോ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്നിപ്പിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഈ സ്നിപ്പിംഗ് ടൂൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു വീടിൻ്റെ 3D മോഡൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സിമ്പിളാണ്, വീടിൻ്റെ 3D മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കുക. മുകൾ ഭാഗത്ത് സേവ് ബട്ടൺ കാണാം. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് അത് സേവ് ചെയ്യുക. ഞാൻ 1 എന്നുള്ളൊരു പേര് കൊടുത്ത് അതിനെ സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ ജെമിനൈക്കകത്ത് വരിക. ജെമിനൈക്കകത്ത് വീണ്ടും ആഡ് ഫയൽസ് ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഇത്തവണ 1 എന്നുള്ള പേരിൽ സേവ് ചെയ്തിട്ടുള്ള എക്സ്റ്റീരിയറിന്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ JSON ഫയൽ ഉണ്ടല്ലോ, JSON ഫയൽ സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കോഡ് ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യണം കേട്ടോ, കാരണം ഇതിനനുസരിച്ചിട്ടാണ് ഈ ഒരു കോഡ് വന്നിരിക്കുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫയലിനനുസരിച്ചിട്ട് JSON പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. എ കണ്ടംപററി 2-story റെസിഡൻഷ്യൽ ഹൗസ് വിത്ത് ടോപ്പിക്കൽ മോഡേൺ ആർക്കിടെക്ചർ സ്റ്റൈൽ. നമുക്കും ഇതേപോലെ കണ്ടംപററി 2-story റെസിഡൻഷ്യൽ ഹൗസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2-story അല്ലെങ്കിൽ സിംഗിൾ സ്റ്റോറി എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സിംഗിൾ സ്റ്റോറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എൻ്റെ 2-story ആയതുകൊണ്ട് തന്നെ ഞാൻ 2-story എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് സ്ട്രക്ചർ എ അസിമെട്രിക്കൽ ഡിസൈൻ വിത്ത് മൾട്ടിപ്പിൾ ഗേബിൾഡ് റൂഫ് ലൈൻ ആൻഡ് വൈറ്റ് എക്സ്റ്റീരിയർ വാൾ. അപ്പോൾ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് അപ്ലോഡഡ് ആസ് റെഫറൻസ് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും ഈ സ്ക്രീൻഷോട്ടിനകത്താണ് റെഫറൻസ് എടുക്കേണ്ടത്. റൂഫിംഗ് സ്ലോപ്ഡ് പിച്ചഡ് റൂഫിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരിഞ്ഞിട്ടുള്ള പിച്ചഡ് റൂഫിംഗ് ആണ്. ഓറഞ്ച് ടെറാക്കോട്ട ക്ലേ ടവർ ആണ്. അപ്പോൾ ഓറഞ്ച് അല്ല, നമുക്കിപ്പം ഒരു റെഡ് ആണ് വേണ്ടതെന്ന് കരുതുക. നമുക്ക് റെഡ് ടെറാക്കോട്ടയാണ് വേണ്ടതെങ്കിൽ റെഡ് കൊടുക്കുക, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ അവിടെ കൊടുക്കുക. അടുത്തത് ഫസാഡ്. ഫ്രണ്ടിൽ കോമ്പിനേഷൻ ഓഫ് വൈറ്റ് സ്മൂത്ത് പ്ലാസ്റ്റർ ആൻഡ് വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് ടെക്സ്ചേർഡ് ഓറഞ്ച് ബ്രിക്ക് ക്ലാഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ഇമേജിൽ ഇതേപോലെ ഓറഞ്ച് ബ്രിക്ക് ക്ലാഡിംഗ് ആണോ അല്ലെങ്കിൽ ഒരു ബീജ് ബ്രിക്ക് ക്ലാഡിംഗ് ആണോ നോക്കിയിട്ട് അത് കൊടുക്കുക. അപ്പോൾ ബീജ് ആണെങ്കിൽ ഇവിടെ ഈ ഓറഞ്ച് എന്നുള്ളത് മാറ്റിയിട്ട് ബീജ് ബ്രിക്ക് ക്ലാഡിംഗ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ എക്സ്റ്റീരിയറിൽ എന്താണോ ഔട്ട്പുട്ട് വേണ്ടത് അത് കൊടുക്കുക. വിൻഡോസ് ആൻഡ് ഡോർസ് ലാർജ് വിൻഡോസ് ആണ് വേണ്ടതെങ്കിൽ, അതായത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നോക്കാം, വിൻഡോസ് ആൻഡ് ഡോർസ് ലാർജ് ആയിട്ടുള്ള വിൻഡോസ് ആൻഡ് ഡോർസ് ആണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കുക. വുഡൻ ഇതാണ് കളറാണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കുക. ലൈറ്റിംഗ് വാം എക്സ്റ്റീരിയർ വാൾ, അത് കറക്റ്റ് ഇതിൻ്റെ അതേ ലൈറ്റിംഗ് തന്നെ വരണം. അടുത്തത് എൻവയോൺമെന്റ്.
എൻവയോൺമെന്റ് ഇതേപോലെ ഗ്രീൻ ലോൺ വിത്ത് വേരിയസ് സ്പോട്ടഡ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ്, ടോൾ കോക്കനട്ട് പാം ട്രീ, അങ്ങനെ കുറെ ലോൺസ് വരുന്നുണ്ട്. സ്കൈ ക്ലിയർ സോഫ്റ്റ് ബ്ലൂ ഗ്രേഡിയന്റ് സ്കൈ. കോമ്പോസിഷനിലേക്ക് വരികയാണെങ്കിൽ വ്യൂ പോയിന്റ്, ഐ ലെവൽ, വൈഡ് ഇതൊക്കെ സെയിം തന്നെ കൊടുത്താൽ മതി. കാരണം ഇതൊക്കെ അതിന്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുന്ന, എൻവയോൺമെന്റിനെ കുറിച്ച് പറയുന്നതൊക്കെ അതുപോലെ തന്നെ നിലനിർത്തുക. അടുത്തത് നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കളർ പാലറ്റ് വൈറ്റ്, ടെറാക്കോട്ട ഓറഞ്ച്, നാച്ചുറൽ വുഡ്, ഡീപ് ഗ്രീന്, സ്കൈ ബ്ലൂ. അപ്പൊ നമ്മളതിൽ ഓറഞ്ച് ഇല്ല, നമ്മളതിൽ ടെറാക്കോട്ട റെഡ് ആണുള്ളത്. അപ്പൊ നമ്മളിവിടെ ഓറഞ്ച് മാറ്റി റെഡ് കൊടുത്തു. ദെൻ അടുത്തതിന് ശേഷം നമ്മൾ ഈ ടൂൾസ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. സോ നമ്മൾ അടുത്തത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ക്രിയേറ്റിംഗ് ഒരു ഇമേജ് എന്ന് പറഞ്ഞിട്ട് ജെമിനി നമ്മളുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. നമ്മൾ കൊടുത്ത രീതിയിൽ തന്നെയുള്ള ആ ഒരു ഇമേജ് വന്നു, ആ ഒരു റെഡ് ടെറാക്കോട്ട കളർ വന്നു, ഇതേപോലെ ബീജിൽ ടോണിൽ വരുന്ന ക്ലാഡിംഗ് വർക്ക് വന്നു, കാർ വന്നു. കാറിൻ്റെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഈ ജേസൺ പ്രോംപ്റ്റിനകത്ത് കാർ വന്നിട്ടുണ്ട്. ആ ഒരു ഫീൽഡ്, അറ്റ്മോസ്ഫിയർ എല്ലാം വന്നു. ദെൻ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. സോ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒന്ന് കാണാം. ഈ ഡൗൺലോഡ് ചെയ്ത ഫയലിനകത്ത് ഇതേപോലെ ജെമിനിന്റെ വാട്ടർമാർക്ക് ഉണ്ടാവും. നമുക്ക് ഒരിക്കലും ക്ലയന്റിന് വാട്ടർമാർക്ക് വെച്ചിട്ട് അയച്ചു കൊടുക്കാൻ പറ്റില്ല. സോ ഈ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യണം. മാത്രമല്ല ഇത് കുറച്ചുകൂടി ഒന്ന് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ ഈ ഓടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ വളരെ ബ്ലർഡ് ആയിട്ട് പിക്സലൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതൊന്ന് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യണം. എന്നിട്ട് ഈ വാട്ടർമാർക്ക് ഒന്ന് റിമൂവ് ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ഫോട്ടോപി എന്ന് സെർച്ച് ചെയ്യാം. ഫോട്ടോപി. അപ്പോൾ നമുക്ക് ഫോട്ടോപി എന്ന് പറയുന്ന വെബ്സൈറ്റ് വരും. ഓപ്പൺ ചെയ്യാം. ഇതിൽ നിങ്ങൾ ഓപ്പൺ ഫ്രം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഇമേജ് ഇതിനകത്തേക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ നമുക്ക് ആ ഒരു ഐക്കൺ, ജെമിനിന്റെ ഐക്കൺ ഇവിടെ കാണാം. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 1 2 3 4 5ാമത്തെ ഐക്കൺ, ഈ ഒരു ഐക്കൺ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് കാണാം. ഇതെടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നത് പോലെ ആക്കിയാൽ മതി. ഇതിന്റെ മുകളിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നത് പോലെ ഫുൾ ഒരു കളർ ഇതിന്റെ മുകളിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ആ ഒരു ഐക്കൺ സിമ്പിൾ ആയിട്ട് മായ്ക്കാം. then ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിനകത്ത് നിങ്ങൾ എക്സ്പോർട്ട് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ, എക്സ്പോർട്ടിൽ PNG ആക്കി സേവ് ചെയ്യുക. സോ ഇവിടെയും നമ്മൾ പേര് കൊടുക്കുന്നു 1 to exterior എന്ന് പറഞ്ഞ് ഞാൻ പേര് കൊടുത്തു. സോ നമുക്ക് ഇവിടെ ഈ ഒരു സാധനം നമ്മളുടെ വാട്ടർമാർക്ക് ഇല്ലാത്ത രീതിയിൽ നമുക്കിത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി ഇപ്പോഴും കുറവാണ്. ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു വെബ്സൈറ്റ് എടുക്കുക. ആ വെബ്സൈറ്റിന്റെ പേരാണ് അപ്സ്കെയിൽ മീഡിയ. ഈ അപ്സ്കെയിൽ മീഡിയ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ബട്ടൺ ഉണ്ട്. നിങ്ങളുടെ ആ ഒരു ഇമേജ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ സൂപ്പർ റെസൊല്യൂഷൻ, അപ്സ്കെയിൽ അപ് ടു 2x ഫ്രീ ആണ്, എൻഹാൻസ് ക്വാളിറ്റി, അപ്സ്കെയിൽ. സോ അപ്സ്കെയിൽ ആയി കഴിഞ്ഞാൽ ബിഫോർ ആഫ്റ്റർ നമുക്ക് കാണാം. ബിഫോർ ഇതിന്റെ പിക്സൽ റേറ്റ് വളരെ കുറവായിരുന്നു, നമുക്ക് കാണാൻ പറ്റും. 2600 ആയിരുന്നു, അത് 5200 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ക്വാളിറ്റി നന്നായിട്ട് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് ഇമേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 25 MB വലിയൊരു ഫയൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് PDF ആക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോപി, ഫയലിനകത്ത് ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ന്യൂ അല്ല, ഫയലിനകത്ത് ഓപ്പൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫയലിനകത്ത് എക്സ്പോർട്ട് PDF ഓപ്ഷൻ കൊടുക്കുക. PDF ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സോ നമ്മളുടെ ഫൈനൽ റെൻഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിന്റെ ഫയൽ നെയിം കൊടുക്കുക. ദെൻ ഇത് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനൽ റെൻഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള PDF തന്നെ കിട്ടും. നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്താലും ആ ഒരു ഓടുകളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയലിൽ കാണിച്ചിട്ടുള്ള ടൂളുകളൊക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടൂളുകളാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ടൂളുകളൊക്കെ ഇവർ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നും തപ്പിപ്പിടിച്ച് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ AI മാസ്റ്റർ കോഴ്സ് എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അതിലാവുന്ന സമയത്ത് ഓരോ ടൂളും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനിതിൻ്റെ പുറകെ ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്കെച്ചപ്പും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. സോ ഒന്നും അറിയില്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് പഠിക്കാം. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ മാത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. സോ ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റ് നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക.